അപ്പോൾ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള സെക്ഷനാണ് അടുത്തത് ചെയ്യാനുള്ളത്. ഈ ഒരു സർവീസസാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ, സ്വൈപ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞൊരു സ്ലൈഡർ, ഇത് നമുക്ക് സ്ലൈഡറാണല്ലോ, ഈ 2 ആരോ കണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് സ്ലൈഡറാക്കിയിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്വൈപ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് ഈ ഒരു സ്ലൈഡറിന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കുറച്ച് കസ്റ്റം HTML-ഉം കസ്റ്റം CSS-ഉം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്വൈപ്പർ JS ലൈബ്രറി യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്വൈപ്പർ JSൻ്റെ വെബ്സൈറ്റ്, സ്വൈപ്പർ JS എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇത് വെബ്സൈറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഇതാണ് സ്വൈപ്പർ JSൻ്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഓരോന്ന്. ഇതിൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു ലൈബ്രറിയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ശരിക്കും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടാണ് ആ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് പറ്റിയിട്ടുള്ള എല്ലാതും അവർ കറക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ റിസോഴ്സസിൽ ഇതിൽ ഡെമോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ സ്ലൈഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, സ്ലൈഡ് 1 2 3 ഈ ഒരു സ്ലൈഡറൊക്കെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ കുറേ ലൈബ്രറീസ് ഉണ്ട്. ഇപ്പോൾ സ്ലിക്ക് സ്ലൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. കണ്ടോ, സ്ലിക്ക് സ്ലൈഡർ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറിയാണ്. കണ്ടോ, ഇതൊക്കെ നമ്മളെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ HTML സ്ട്രക്ചറൊക്കെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഈ ഒരു HTML സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഈ ഓരോ ഡിവും ഓരോ ഐറ്റാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സ്വൈപ്പർ JS എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്യും. കണ്ടോ, ഈ ഒരു പ്രോഗ്രസ് ഉണ്ട്. ഈ ഒരു പ്രോഗ്രസ്സൊക്കെ നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും HTML യൂസ് ചെയ്തിട്ട്. കണ്ടോ, ഈ ഒരു പാഗ്നേഷൻ കണ്ടോ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡറാണ്, ഈ ഒരു ലൈബ്രറിയാണ് നമ്മൾ സ്ലൈഡറിന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാൻ കണ്ടോ, ഇതിൽ റിയാക്റ്റിൽ എങ്ങനെയാണ്, വ്യൂവിൽ എങ്ങനെയാണ്, അങ്ങനെ ഓരോന്ന് നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ കോർ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കും. കണ്ടോ, ഒരു ഇൻഡെക്സ് HTML പേജ് കാണിക്കും. ഇതാണ് സ്വൈപ്പറിൻ്റെ HTML സ്ട്രക്ചർ വരുന്നത്. ആദ്യം ഒരു ഡിവ് ഉണ്ടാവും. ഡിവ് എന്ന് പറഞ്ഞത് നമ്മൾ ഞാൻ ഇൻട്രോ വീഡിയോയിൽ കുറച്ച് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അതൊന്നും ശരിക്കും വേർഡ്പ്രസ്സിൽ ആവശ്യമില്ല. ഈ ഒരു സ്ലൈഡർ ചെയ്യാനുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇതിന് പറ്റിയിട്ടുള്ളത്. ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ്പ്രസ്സിൽ ഏത് സ്ലൈഡർ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഈ ഒരു ഫസ്റ്റ് ഒരു മെയിൻ ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സ്വൈപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സും പിന്നെ നമുക്ക് എന്താണോ അതിന് പേര് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ക്ലാസ്സും കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്തൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്വൈപ്പർ റാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സും കൂടെ കൊടുക്കാം. പിന്നെ ഓരോ ഡിവും നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ടാണ് കൂട്ടുക. അതിന് സ്വൈപ്പർ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സും കൊടുക്കും. അപ്പോൾ കണ്ടോ, ഈ സ്ലൈഡ് 1 2 3 എന്നുള്ളത് ഈ ഓരോ സ്ലൈഡാണ്, സ്ലൈഡ് 1 2 3. അപ്പോൾ ഇങ്ങനെയാണ് സ്വൈപ്പർ സ്ലൈഡർ HTML ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഒരു ഫങ്ഷന് വേർഡ്പ്രസ്സിൻ്റെ PHPൻ്റെ ഫങ്ഷന് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഓരോ പോസ്റ്റ് ടൈപ്പ് ഉണ്ടല്ലോ, ഇത് ഓരോ ഐറ്റാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മളൊരു ലൂപ്പ്, ഒരു PHPൻ്റെ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് PHP ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നമ്മളത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ChatGPT യൂസ് ചെയ്തിട്ടാണ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഷോർട്ട് കോഡിൻ്റെ കോഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു സർവീസ് എന്ന് പറഞ്ഞൊരു
കസ്റ്റം പോസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ പോസ്റ്റുകളല്ല നമുക്കിവിടെ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു ഇമേജ്, പിന്നെ ഒരു ടൈറ്റിൽ, പിന്നെ ഒരു കണ്ടൻറ്റ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ChatGPTയിൽ. പിന്നെ അതിൻ്റെ മുമ്പ് നമ്മളെ കസ്റ്റം പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സർവീസ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, പോസ്റ്റ് ടൈപ്പ് ഈക്വൽ ടു സർവീസ്. ഇതാണ് പോസ്റ്റ് ടൈപ്പിൻ്റെ കീ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റിമോണിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റിമോണിയൽ. ഇതാണ് ഓരോ പോസ്റ്റ് ടൈപ്പിനും കസ്റ്റം പോസ്റ്റ് ടൈപ്പിനും ഓരോ കീ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഓരോന്നിൻ്റെയും കീ വരുന്നത്. അപ്പോൾ ഈ കീ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ. ഈ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള പോസ്റ്റുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ChatGPT എടുക്കുക. ChatGPT യൂസ് ചെയ്യാത്തവരാരും ഉണ്ടാവില്ലല്ലോ, അധികം ഇപ്പോൾ എല്ലാവരും ChatGPTയിൽ തന്നെയാണ്. അപ്പോൾ യൂസ് ചെയ്യാത്തവർ chatgpt.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാവും. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സർവീസിലുള്ള പോസ്റ്റ് ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് വേർഡ് പ്രസ് ഷോർട്ട് കോഡ് ഫങ്ഷൻ ടു ഡിസ്പ്ലേ സർവീസ് ഡബിൾ കോട്ടിൽ കൊടുക്കട്ടോ, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സർവീസ് കസ്റ്റം പോസ്റ്റ് ടൈപ്പ് പോസ്റ്റ് വിത്ത് സ്വൈപ്പർ എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ സ്വൈപ്പറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, സ്വൈപ്പറിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇതിൽ സെറ്റ് ചെയ്ത് തരും ChatGPT. സ്വൈപ്പർ അത് കഴിഞ്ഞിട്ട് സ്ലൈഡർ ഐറ്റം സ്ട്രക്ചർ കൊടുക്കുക. സ്ട്രക്ചർ ഷുഡ് ബി, അതായത് നമുക്ക് അതിൽ ഓരോ കണ്ടൻറ്റ് ആവശ്യമുണ്ടല്ലോ ഒരു ഐറ്റത്തിൽ. അപ്പോൾ ഒരു ഇമേജ്, പിന്നെ ടൈറ്റിൽ, പിന്നെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലേ വരുന്നത്. അപ്പോൾ ഫീച്ചേർഡ് ഇമേജ്, ടൈറ്റിൽ ആൻഡ് ട്രിമ്മഡ് കണ്ടൻറ്റ് എന്ന് കൊടുക്കട്ടോ. ട്രിമ്മഡ് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടോ ടൈറ്റിൽ, പിന്നെ ഇമേജ്, പിന്നെ ഇതാണ് കണ്ടൻറ്റിൻ്റെ ഫീൽഡ്. ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടൻറ്റ് കോൾ ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ക്ലൈൻറ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ കണ്ടൻറ്റ് ഇതുപോലെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ള് അവിടെ കോൾ ചെയ്യാതെ ട്രിം ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിമ്മഡ് കണ്ടൻറ്റ് യൂസ് ചെയ്യുക. അതിനൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഔട്ട്പുട്ട് വരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും. ട്രിമ്മഡ് കണ്ടൻറ്റ് കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ കോഡ് ജനറേറ്റ് ആവും. കണ്ടോ, ഈ ഒരു കോഡ് വിത്ത് സ്റ്റൈൽ, അതിൻ്റെ സ്റ്റൈലടക്കം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫങ്ഷനാണ് നമുക്ക് function.phpയിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ വേർഡ് പ്രസ്സിൽ ഷോർട്ട് കോഡ് വരിക. അപ്പോൾ ഈ ഷോർട്ട് കോഡാണ് നമുക്ക് പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഫങ്ഷന് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് function.phpയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്പേസ് ഇടുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇത് പേസ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു WPENQ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുത്താലും ലിങ്ക് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ സ്വൈപ്പർ സ്ലൈഡർ വെബ്സൈറ്റിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഡെമോ നോക്കിയ ടൈമിൽ കണ്ടോ, അതിൻ്റെ ബോഡി ടാഗിൻ്റെ കുറച്ച് മുന്നായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. CDN എന്ന് അതിന് പറയാം. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും പിന്നെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് PHP ഫങ്ഷൻ യൂസ് ചെയ്തിട്ടും ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണില്ല, ഇത് ഇവിടെ ഒഴിവാക്കാം. പിന്നെ ഈ ഒരു സ്റ്റൈൽ ടാഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ സ്റ്റൈൽ കസ്റ്റമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്.
പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അത് നമ്മളൊരു കോഡ് സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് function.phpയിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് എന്ന് പറയാം, ഇതിൽ കണ്ടോ ഇവിടെയാണ് ഈ ഒരു പോസ്റ്റ് ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ടൈപ്പ്. പിന്നെ പോസ്റ്റ് പെർ പേജ്, ഈ ഒരു ഷോർട്ട് കോഡിൽ എത്ര പോസ്റ്റ് കാണിക്കണം എന്നുള്ളതാണ്. നമ്മളിവിടെ -1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസ് പോസ്റ്റ് ടൈപ്പിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോസ്റ്റുകളും അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, പിന്നെയാണ് നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ ഒരു വൈൽ ലൂപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിഫൈൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഉള്ള പോസ്റ്റുകളാണ് ഈ ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഡ് മാറ്റിയിട്ടും നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ സർവീസ് ഇത് കണ്ടോ, ഈ പോസ്റ്റ് ടൈപ്പ് = സർവീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ടെസ്റ്റിമോണിയൽ കൊടുത്താൽ ടെസ്റ്റിമോണിയലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ സ്വൈപ്പറിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ഡിവ്, പിന്നെ സ്വൈപ്പർ റാപ്പർ, പിന്നെ ഈ ലൂപ്പിലാണ് പിന്നെ ബാക്കിയുള്ളത് വർക്ക് ചെയ്യുന്നത്. അതിൽ സ്വൈപ്പർ സ്ലൈഡ് ഓരോ ഐറ്റം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എത്ര ഐറ്റമാണോ ടോട്ടൽ ഈ ഒരു സർവീസിലുള്ളത് അത് ഫുള്ള് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ആവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിലൊരു സ്വൈപ്പർ ബട്ടൺ നെക്സ്റ്റ്, ഈ ഒരു പേജിനേഷൻ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അത് നമ്മുടെ ഡിസൈനിലില്ലല്ലോ. പേജിനേഷൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഡോട്ടുകളുണ്ടല്ലോ, അത് നമ്മൾ ഡിസൈനിലില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്തു. ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ആവണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ആഡ് ഷോർട്ട് കോഡ്, ഇതാണ് അതിൻ്റെ ഷോർട്ട് കോഡ് വരുന്നത്. നമ്മൾ ChatGPT തന്നത് നോക്കുമ്പോഴും സെയിം തന്നെ കണ്ടോ, ഇതാണ് ഷോർട്ട് കോഡ്. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഉണ്ട്. നമുക്ക് ഹോം പേജിൻ്റെ എഡിറ്റർ എടുത്തിട്ട് ഇതിൻ്റെ താഴെയല്ല നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഷോർട്ട് കോഡ് എന്ന് സെർച്ച് ചെയ്താൽ കണ്ടോ, എലമെൻ്ററിൽ ഷോർട്ട് കോഡിൻ്റെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് ഷോർട്ട് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട്, മാർജിൻ ടോപ്പ്. ഓക്കെ, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് നമ്മളെ പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ കണ്ടോ, ഇത് താഴോട്ട് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓരോ പോസ്റ്റും കർട്ടൻ ക്ലീനിങ്, അതുപോലെ ക്ലോത്ത് റിപ്പയർ, ഈ ഓരോ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഓരോ പോസ്റ്റും ഇവിടെ താഴോട്ട് ലിസ്റ്റായി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യണം. വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് കാണിക്കട്ടോ. നമുക്ക് ഇൻസ്പെക്ട് അറിയില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഓരോ സ്ട്രക്ചർ നോക്കാൻ പറ്റും. HTML ഔട്ട്പുട്ടിൻ്റെ കണ്ടോ, ഈ സ്വൈപ്പർ റാപ്പർ കണ്ടോ, നമ്മളിവിടെ കൊടുത്ത ഈ ഒരു സ്വൈപ്പർ റാപ്പറിൻ്റെ ഉള്ളിൽ ഓരോ പോസ്റ്റുകളും സ്വൈപ്പർ സ്ലൈഡായിട്ട് വന്നിട്ടുണ്ട്. 2 3 4 4 സ്ലൈഡാണ് ടോട്ടലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് സ്ലൈഡ് ആക്കണം. നമ്മളിപ്പോൾ ChatGPTന്ന് കിട്ടിയ ഈ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ വേറെ കസ്റ്റമായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു TXT ഫയൽ, അതിൽ നിങ്ങൾക്ക് ഇതാണ് ഒരു കോഡ് വരുന്നത്. നമുക്ക് സ്വൈപ്പർ സ്ലൈഡറിൽ ലിങ്ക് ചെയ്യാൻ ഹെഡിൽ കൊടുക്കാനുള്ളൊരു കോഡും, പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കോഡും, പിന്നെ അത് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു കോഡും കൂടെ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ലിങ്ക് ടാഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നമ്മളെ ഡാഷ്ബോർഡിൽ കണ്ടോ കോഡ് സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ടാവും. അതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഹെഡറിലും ഫൂട്ടറിലും ഓരോ, ഇപ്പോൾ CDN വേണമെങ്കിൽ ഹെഡറിൽ എന്തെങ്കിലും CDN വേണമെങ്കിൽ ഇവിടെ കൊടുത്താൽ
നമ്മളെ വെബ്സൈറ്റ് മൊത്തത്തിലത് ലിങ്കാവും. പിന്നെ ഫൂട്ടറിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ ബോഡിയിൽ, ഇപ്പോൾ എല്ലാ പേജിലും ബോഡിയിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ലിങ്ക് ടാഗ് ഹെഡിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഹെഡിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഫൂട്ടറിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്തിട്ട് അത് ഫൂട്ടറിൽ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ സ്വൈപ്പർ ലിങ്കായി നമ്മളെ വെബ്സൈറ്റിൽ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്പെസിഫിക് സ്ലൈഡർ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് റെസ്പോൺസീവൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇതിൽ ഈ ഫൂട്ടറിൽ തന്നെയാണ് കൊടുക്കാനുള്ളത്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലാസ് കണ്ടോ, ഇതാണ് നമുക്ക് സ്വൈപ്പർ സ്ലൈഡർ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു HTML എടുക്കുക. ഇതിൽ സ്വൈപ്പർ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇത് ഡീഫോൾട്ടായിട്ട് എല്ലാ സ്വൈപ്പറിനും ഉള്ളതാണ്. അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു സർവീസ് സ്വൈപ്പർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ലൈഡർ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും പിന്നെ നമ്മൾ ഈ ഒരു സ്ലൈഡറിന് ഏതാണോ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ടത് അവിടെ വരുന്ന ഈ ഒരു ക്ലാസ്സും സെയിം ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ സെയിം ആണ്, സർവീസ് സ്വൈപ്പർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ നാവിഗേഷന് ഓരോ ബട്ടണും നമുക്ക് കസ്റ്റം ക്ലാസ്സാണ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നാവിഗേഷൻ കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ ഒരു സ്വൈപ്പറിൻ്റെ ക്ലോസ് ഉണ്ടല്ലോ, ഡിവ് ക്ലോസ് ചെയ്യുന്നിടത്ത് ഒരു ഡിവും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ക്ലാസ് ഈക്വൽ ടു സ്വൈപ്പർ നാവ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു 2 IMG ടാഗ് കൊടുക്കാം. SRC ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇമേജിൻ്റെ URL ആണല്ലോ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഐക്കൺസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡ് ചേഞ്ച് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ മീഡിയയിൽ പോയിട്ട് ആഡ് മീഡിയ ഫയൽ കൊടുക്കുക, സെലക്ട് ഫയൽസ് കൊടുക്കുക, ഈ ഒരു 2 കമ്പോണൻറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടും. കണ്ടോ, കോപ്പി URL കൊടുക്കുക. ഇത് നെക്സ്റ്റിൻ്റെ ഐക്കണാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് പ്രീവിയസ് ഐക്കൺ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീവിയസിൻ്റെ ഐക്കണും ലിങ്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ 2 ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കണക്ട് ചെയ്യണമല്ലോ ഈ ഒരു നാവിഗേഷൻ വെച്ചിട്ട്. സോറി, ഈ ഒരു ഇത് നമുക്ക് റിമൂവ് ചെയ്യട്ടോ ഇവിടുന്ന്. ഇത് നമുക്ക് ChatGPTയിൽ കിട്ടിയൊരു നാവിഗേഷൻ ബട്ടൺസാണ്. ഇത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് കസ്റ്റം ബട്ടൺസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ സ്വൈപ്പറിൻ്റെ കോഡ് സ്നിപ്പെറ്റിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ സ്വൈപ്പറിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുക. ഇതിൽ കണ്ടോ, നാവിഗേഷന് നെക്സ്റ്റിന് ഈ ഒരു ക്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോട്ട് കൂട്ടിയിട്ടുള്ളതാണ് ക്ലാസ് വരിക. അപ്പോൾ നെക്സ്റ്റിന് ഈ ഒരു ക്ലാസ്സും പ്രീവിയസ് ബട്ടണിന് ഈ ഒരു ക്ലാസ്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു IMG ടാഗിന് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് താഴത്തതല്ലേ വരും. അപ്പോൾ അതിന് ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ പേര് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീവിയസ് ഐക്കണ് സർവീസ് പ്രീവ്യൂ എന്ന് പറഞ്ഞിട്ട് അതും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബട്ടണും കൊടുത്തു, പിന്നെ സ്വൈപ്പർ ഇനീഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്ലൈഡർ വർക്കായിട്ടുണ്ട്. കണ്ടോ, ഡ്രാഗ് ചെയ്യുമ്പോൾ സ്ലൈഡർ വർക്കായിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നെക്സ്റ്റും പ്രീവിയസും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഒരു സ്റ്റൈൽ കൊടുത്താൽ മതി. ഓക്കെ, കണ്ടോ, നമ്മൾ സ്ലൈഡർ വർക്കായിട്ടുണ്ട്, ലൂപ്പും വർക്കായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടത്, അതായത് ഈ ഒരു സ്റ്റൈലിലേക്കാക്കണം. ബാക്ക്ഗ്രൗണ്ടിനൊരു കളറ്, വൈറ്റ് കളർ കൊടുക്കണം. പിന്നെ ഇമേജിന് കുറച്ച് കർവ് കൊടുക്കണം. പിന്നെ ഈ 2 ടെക്സ്റ്റ്, പിന്നെ ഇത് റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റൈൽ കൊടുക്കാൻ നമ്മൾ കസ്റ്റം CSS ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കസ്റ്റം CSS നമ്മൾ വേർഡ് പ്രസ്സിൽ കൊടുക്കൽ ഈ ഒരു കസ്റ്റമൈസർ ഉണ്ടല്ലോ, നമ്മൾ തുറന്നു വെച്ച് അതിൻ്റെ ശേഷം റീഫ്രഷ് ചെയ്യാം. നമ്മൾ അവിടെ ചെയ്ത ചേഞ്ചസ് ഇവിടെ കാണണമല്ലോ. ഓക്കെ, ഇവിടെ ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് കസ്റ്റമൈസറിൽ അഡീഷണൽ CSS ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ CSS കൊടുക്കാൻ പോകുന്നത് കസ്റ്റമായിട്ട്. അപ്പോൾ ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യാം. ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ HTML നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ക്ലാസ്സൊക്കെ ഓൾറെഡി ChatGPT കൊടുത്തിട്ടുള്ളതാണ്. സർവീസ് കണ്ടൻറ്റ്, പിന്നെ സർവീസ് IMG, സർവീസ് ടൈറ്റിൽ, ഇതൊക്കെ ഓൾറെഡി ChatGPT കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അതൊന്ന് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടോ. ഓട്ടോ പ്ലേ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ HTML കറക്റ്റ് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് കമാൻഡ് ചെയ്യാം. കമാൻഡ് അറിയില്ല, Ctrl// കൊടുത്താൽ കമാൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഓട്ടോ പ്ലേ എന്നുള്ളത് ഇവിടെ ഫാൾസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോ പ്ലേ വർക്കാവില്ല. എന്നിട്ട് ഇവിടെ സേവ് ചേഞ്ച് കൊടുക്കുക, വീണ്ടും കസ്റ്റമൈസർ പോവുക, റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓട്ടോ പ്ലേ വർക്കാവില്ല. നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു സർവീസ് കണ്ടൻറ്റ് എന്നുള്ളത് ഒക്കെ ChatGPT കൊടുത്ത ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്ത് തുടങ്ങാം. സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കമൻറ്റ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഓരോ CSS നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രിപ്റ്റ് കമൻറ്റ് ചെയ്ത പോലെ Ctrl// ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ കമൻറ്റ് ടൈപ്പ് ചെയ്യാം. കമൻറ്റ് എന്തിനാന്ന് വെച്ചാൽ കമൻറ്റിലുള്ള കോഡൊന്നും വർക്കാവില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ സർവീസ് സ്റ്റൈലെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ ഒന്നും കൂടെ കമൻറ്റ് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറയണത്. എൻഡ് സർവീസ് സ്റ്റൈലെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ് വിളിച്ചിട്ടാണ് ഒന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, സർവീസ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർവീസ് കണ്ടൻറ്റിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡോട്ട് കൊടുത്തിട്ട് ആ ഒരു ക്ലാസ് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ വൈറ്റിൻ്റെ ആക്സ കോഡ് വരുന്നത് FFF ആണ്. ഓക്കെ, അപ്പോൾ അത് വന്നു. നെക്സ്റ്റ് നമ്മൾ ഇതിന് കുറച്ച് പാഡിങ് കൊടുക്കണം. ഇവിടെ കുറച്ച് പാഡിങ് വേണ്ടേ. അപ്പോൾ പാഡിങ് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 20 പിക്സൽ. ഇത് ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് മാത്രമുള്ള CSS ആണ് കേട്ടോ നമ്മൾ ഇതിൽ പറയാൻ പോണത്. CSS അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വേർഡ് പ്രസ് ഡെവലപ്മെൻറ്റിൽ CSS കുറച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. CSS ഇല്ലാതെ നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു കോഴ്സിൽ കസ്റ്റമായിട്ടായതുകൊണ്ടാണ് കുറച്ച് CSS നമ്മൾ പറയുന്നത്.
പാഡിങ് 20 പിക്സൽ, പിന്നെ ഒരു ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. അതിന് ബോർഡർ റേഡിയസ് ഇതൊക്കെ നമ്മൾ എലമെൻ്ററിൽ ബോർഡർ റേഡിയസ് കൊടുത്തല്ലോ, അത് നമ്മൾ ഇതാണ് അവിടെ വർക്കാവുന്നത്. ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു CSSൻ്റെ ഇതാണ് അവിടെ വർക്കാവുന്നത്. ഓക്കെ, ബോർഡർ റേഡിയസ് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുപോയി. കണ്ടോ, ഈ ഒരു സർവീസ് IMG അകത്താണ് ആ ഒരു IMG ടാഗ് വരുന്നത്. അപ്പോൾ അതിനൊരു വിഡ്ത്ത് 100% കൊടുക്കണം നമുക്ക്. ആ ഒരു ക്ലാസ് കൊടുക്കാം, അതിൽ IMG കൊടുത്തിട്ട് വിഡ്ത്ത് 100%. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് വിഡ്ത്ത് 100% ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിന് ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കർവോട് കൂടിയിട്ടുള്ള ഇമേജാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർവിൻ്റെ ആവശ്യമില്ല. അല്ല, അതിനൊരു കർവ് വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ റേഡിയസ് ഒരു 10 പിക്സലോ അല്ലെങ്കിൽ 20 പിക്സലോ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതിന് ഓൾറെഡി ക്ലാസ് കൊടുത്തിട്ടുണ്ട്, സർവീസ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്. സർവീസ് ടൈറ്റിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് 20 പിക്സലാണ് വരുന്നത്. ഫോണ്ട് ഫാമിലി ഇതാണ് വരുന്നത്. അപ്പോൾ ഫോണ്ട് ഫാമിലി എങ്ങനെയാണ് CSSൽ കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇൻസ്പെക്ട് ചെയ്തിട്ട് തന്നെ. അതിൻ്റെ കളറൊന്ന് കോപ്പി എടുക്കുക, പിന്നെ കളർ കൊടുക്കുക. ഇതൊക്കെ CSSൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഈ കളറ്, ബോർഡർ റേഡിയസ്, ഇതൊക്കെ ജസ്റ്റ് ഇതന്നെ പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. പിന്നെ ഫോണ്ട് സൈസിന് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓക്കെ, ഫോണ്ട് സൈസ് 20 പിക്സൽ. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടോ, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ കണ്ടോ, ഈ ഒരു റെഡ് കളറിൽ വന്നിട്ടില്ലേ, ആ റെഡ് കളറിൽ വന്നിട്ടുള്ളത് മാർജിനാണ്. അതുപോലെ ഗ്രീൻ കളർ കണ്ടോ, ഈ ഒരു നമ്മൾ കൊടുത്ത പാഡിങ് കണ്ടോ, ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത് പാഡിങ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസ് ടൈറ്റിൽ നമുക്ക് മാർജിൻ ബോട്ടം 0 കൊടുക്കാം. അതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, 0 വേണ്ടല്ലോ, ഒരു 10 പിക്സൽ കൊടുക്കാം. 10 വേണ്ടെന്ന് ഒരു 5 പിക്സൽ കൊടുക്കാം. ഇത്ര സ്പേസ് മതിയില്ല താഴോട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫോണ്ട് വെയിറ്റ് വരുന്നത് ബോൾഡാണ്. ഫോണ്ട് വെയിറ്റ് ബോൾഡ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫോണ്ട് ഫാമിലി ഈ ഒരു സെയിം ഫോണ്ട് ഫാമിലി ആണല്ലോ വരുന്നത്, ഈ ഒരു ടൈറ്റിലിൻ്റെ സെയിം ഫോണ്ട് ഫാമിലി. അപ്പോൾ ഇത് നമ്മുടെ എലമെൻ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണ്ട് ഫാമിലി കിട്ടാൻ ജസ്റ്റ് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു H2 ടാഗിലാണ് ക്ലിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടോ, സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഫോണ്ട് ഫാമിലി. അപ്പോൾ ഇത് കോപ്പി എടുക്കുക, കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഫോണ്ട് ഫാമിലി മാറിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ട്രിമ്മഡ് കണ്ടൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കണ്ടോ, സർവീസ് എക്സെപ്റ്റ് എന്ന് ഓൾറെഡി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് അത് പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫോണ്ടും സെയിം ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കളറ് ഒരു ഗ്രേ ആണ് വരുന്നത്. ഇത് കോപ്പി ചെയ്യാം. കളറ് പിന്നെ ഫോണ്ട് ഫാമിലി ഞാൻ സെയിം തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം റെഡിയായി. അതിൻ്റെ ഫോണ്ട് സൈസ് 16 പിക്സലാണ് വരുന്നത്. ഓക്കെ, ഫോണ്ട് സൈസും കൊടുത്തു. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴോട്ട് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് തോന്നുന്നല്ലേ,
താഴോട്ട് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനിതിനൊരു മാർജിൻ ബോട്ടം കൊടുക്കുന്നുണ്ട്. മാർജിൻ ബോട്ടം ഒരു 20 പിക്സലും കൂടെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം ഡിസൈനിലുള്ള പോലെ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഐക്കൺസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൂൾ എടുക്കുക, ഇതിൽ കൊടുന്ന് വെച്ച് നോക്കുക. കണ്ടോ, സ്വൈപ്പർ നാവ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ടെക്സ്റ്റ് അലൈന്, ഇതിൻ്റെ ടെക്സ്റ്റ് അലൈന് റൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇതിന് കുറച്ച് ടോപ്പിൽ കുറച്ച് സ്പേസ് വേണം. അപ്പോൾ പാഡിങ് ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കാം, 20 അല്ലാന്നുണ്ടെങ്കിൽ 30 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന് ഈ ഒരു IMG ഉണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു ഗ്യാപ്പും ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. ടെക്സ്റ്റ് അലൈന് റൈറ്റ് കൊടുക്കുന്നതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ട് നമുക്ക് ഹൊറിസോണ്ടലി സെൻറ്റർ ആക്കാം. അത് നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻ്റ് അല്ലേ, നമ്മൾ എലമെൻ്ററിൽ യൂസ് ചെയ്തില്ലേ, അതേപോലെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഫ്ലെക്സ് എൻഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എലമെൻ്ററിൽ ചെയ്ത പോലെ കൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ, ഈ ഫ്ലെക്സ് കൊടുത്താൽ നമുക്ക് ആ ഒരു ഐറ്റംസിൻ്റെ ഇടയിലും ഗ്യാപ്പ് കസ്റ്റമായി കൊടുക്കാൻ പറ്റും. ഒരു ഗ്യാപ്പ് 20 പിക്സൽ കൊടുക്കാം. അപ്പോൾ കണ്ടോ, അതിൻ്റെ സൈഡിലൊരു 2 എലമെൻറ്റ് തമ്മിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ പാഡിങ് ടോപ്പ് ഒരു 30 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൈല് സെറ്റായി. കണ്ടോ, നമ്മൾ ഡിസൈനിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ പബ്ലിഷ് കൊടുക്കണം കേട്ടോ കസ്റ്റമൈസറിൽ. ഇത്രയും കോഡാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വെബ്സൈറ്റ് ഒന്ന് എടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു ഡിസൈന് വന്നിട്ടുണ്ട്. എക്സാക്റ്റ് ഡിസൈനുള്ള പോലെ തന്നെ നമ്മൾ ഡൈനാമിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സർവീസിൽ കണ്ടോ, ഇപ്പോൾ ക്ലൈൻറ്റ് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ സർവീസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടോ, ഇവിടെ അത് മാറി സാമ്പിൾ സർവീസ് എന്നായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ട്രിമ്മഡ് കണ്ടൻറ്റ് നമ്മൾ ഷോർട്ട് കോഡ് ഉണ്ടാക്കിയ ടൈമിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടോ, ഈ ഒരു സർവീസ് എക്സെപ്റ്റ് കണ്ടോ, ഈ ഒരു WP ഗെറ്റ് ദ കണ്ടൻറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഫങ്ഷനാണ് അതിലുള്ള കണ്ടൻറ്റ് ഫുള്ള് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊരു WP ട്രിം വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കും. ഓക്കെ, അതിൽ 20 കൊടുത്തിക്കണം കേട്ടോ. ഈ ഒരു കൗണ്ട്, ഇത്ര കൗണ്ട് ഓഫ് വേർഡ്സാണ് അവിടെ ഡിസ്പ്ലേ ആവുക. എത്ര കണ്ടൻറ്റ് ഉണ്ടെങ്കിലും 20 വേർഡ്സ് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിന് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യൽ എന്നുള്ളത്. ഇതൊന്നും നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ChatGPT വെച്ച് ജനറേറ്റ് ചെയ്യാം. പിന്നെ ജനറേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ഓരോന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കുറച്ചും കൂടെ PHPയിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ട ടൈമിലാണ് ഇതൊക്കെ സ്ക്രാച്ചിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനാമിക്കായിട്ട് സർവീസ് ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിമോണിയലും കൂടെ ഇതുപോലെ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിമോണിയലിൽ നമ്മൾ സർവീസിന് യൂസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ലേഔട്ട് മാത്രം ഒന്ന് മാറുന്നുണ്ടെന്നുള്ളൂ. സെയിം സ്വൈപ്പറുടെ സ്ക്രിപ്റ്റ് അതേപോലത്തെ വേറൊരു സ്ക്രിപ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ക്ലാസ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഡിസൈന് മാത്രം മാറണുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ChatGPT എടുക്കാം, ന്യൂ ചാറ്റ് എടുക്കാം. എന്നിട്ട് സെയിം നമ്മൾ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ അതന്നെ കൊടുക്കാം. റൈറ്റ് മീ വേർഡ്പ്രസ് ഷോർട്ട് കോഡ് ഫങ്ഷൻ ടു ഡിസ്പ്ലേ ടെസ്റ്റിമോണിയലാണല്ലോ അതിൻ്റെ കീ വരുന്നത്. ടെസ്റ്റിമോണിയൽ
കസ്റ്റം പോസ്റ്റ് ടൈപ്പ് പോസ്റ്റ്സ് വിത്ത് സ്വൈപ്പർ JS. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി. ആ ഒരു ലേഔട്ട് നമുക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ അതും കൊടുക്കാം. ആൻഡ് ഈച്ച് ഐറ്റം സ്ട്രക്ചർ should be featured image title പിന്നെ കോണ്ടൻറ്റ്, ടൈറ്റിൽ ആൻഡ് കോണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ എൻ്റർ കൊടുക്കാം. അപ്പോൾ സെയിം നമുക്ക് സർവീസിന് കിട്ടിയ അതേപോലെ ഒരു ഷോർട്ട് കോഡിൻ്റെ ഫംഗ്ഷന് വീണ്ടും കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റും അതുപോലെ ലിങ്ക് ടാഗും നമ്മൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതിന് സ്റ്റൈലും വന്നിട്ടുണ്ട്. സ്റ്റൈലും നമുക്ക് ഒഴിവാക്കാം. സ്റ്റൈലും സ്ക്രിപ്റ്റും ഞാൻ സെപ്പറേറ്റ് ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോൻ്റെ കൂടെ. ഓക്കെ, കോപ്പി എടുക്കുക. പിന്നെ നമ്മളെ function.phpയിൽ പോവാം. ജസ്റ്റ് കുറച്ച് സ്പേസ് ഇട്ടതിൻ്റെ ശേഷം അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റൈൽ ടാഗ് റിമൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗ് റിമൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു നാവിഗേഷൻ ഇതും റിമൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള, അതും റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സർവീസിന് ചെയ്ത സെയിം മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ടെസ്റ്റിമോണിയൽ, ഇത് വെച്ചിട്ടാണ് ഇതിലത്തെ വാല്യൂസ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സ്വൈപ്പർ കണ്ടോ, സ്വൈപ്പർ ഇതൊരു ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സാണ്. പിന്നെ നമ്മളെ സ്ക്രിപ്റ്റിൽ ഞാൻ ടെസ്റ്റിം എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടെസ്റ്റിം സ്വൈപ്പർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഈ ഒരു ടെസ്റ്റിമോണിയൽ സ്വൈപ്പർ ഒഴിവാക്കിയിട്ട് ടെസ്റ്റിം സ്വൈപ്പർ ആക്കാം. അതാണ് ഞാൻ നമ്മളെ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണമല്ലോ സ്ക്രിപ്റ്റും പിന്നെ ഈ ഒരു HTML കൂടെ ലിങ്ക് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇമേജ് കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈറ്റിലും കണ്ടൻറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് ലേഔട്ട് ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ ഇതിൽ നിന്ന്. അത് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അപ്ഡേറ്റ് ഫയൽ കൊടുക്കുക. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കോഡ് സ്നിപ്പെറ്റ് ഉണ്ടല്ലോ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു നെക്സ്റ്റ് പ്രീവിയസ് ബട്ടൺ ഉണ്ടല്ലോ, ഇത് നമുക്ക് സർവീസ് ചെയ്ത പോലെ ലിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്വൈപ്പർ നാവുണ്ടല്ലോ, ഈ ഒരു HTML തന്നെ കോപ്പി ചെയ്യാനുണ്ട്. ഇതെന്നെ കോപ്പി ചെയ്തിട്ട് ഈ ഒരു സ്വൈപ്പറിൻ്റെ ക്ലോസിൻ്റെ ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ ഇത് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഇതും ഈ ഒരു ലിങ്കും നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ നെക്സ്റ്റിൻ്റെ ക്ലാസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ടെസ്റ്റും നെക്സ്റ്റ്, പിന്നെ ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് മാറ്റി കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റിമോണിയലിൻ്റെ ബട്ടണും കൂടെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. ഫിഗ്മയിൽ നിന്ന് എക്സ്പോർട്ട് കൊടുക്കുക. അതിൻ്റെ പേര് മാറ്റാനുണ്ട് തോന്നുന്നു. ഓൾറെഡി മറ്റേ കമ്പോണൻറ്റിനും സെയിം പേരായതുകൊണ്ട് ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം മീഡിയ എടുത്തിട്ട് നമ്മൾ സർവീസിന് ചെയ്ത സെയിം മെത്തേഡിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ട്
ഈ ഒരു ഇമേജിന് കൊടുക്കുക. പിന്നെ പ്രീവിയസ് ബട്ടൻ്റെതും ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ ഒരു പ്രീവിയസ് ക്ലാസ് വരുന്ന ഇമേജിന് കൊടുക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ സ്ലൈഡർ ഇനീഷ്യേറ്റ് ചെയ്തു. ഇവിടെ സ്ലൈഡറിൻ്റെ HTML എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് ഈ ഒരു ഷോർട്ട് കോഡ് ഉണ്ടല്ലോ, ഇതാണ് ഷോർട്ട് കോഡ് വരുന്നത്. ഇത് ജസ്റ്റ് കോപ്പി എടുത്തതിൻ്റെ ശേഷം നമ്മളെ പേജിൽ കണ്ടോ, ഇവിടെ ഒരു ഷോർട്ട് കോഡിൻ്റെ വിഡ്ജറ്റ് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ ഷോർട്ട് കോഡ് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് പേജ് എടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലേഔട്ട് ഒന്ന് മാറ്റാനുണ്ട്, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണമല്ലോ താഴോട്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് പാഡിങ് ബോട്ടം ഒരു 100 പിക്സൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. ഈ ഒരു ഷോർട്ട് കോഡിൻ്റെ മുകൾക്കൊരു 30 പിക്സലും കൂടെ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലേഔട്ട് വരുന്നത് എങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഇമേജ് വരുന്നുണ്ടല്ലോ, അകത്തൊരു ഇമേജും പിന്നെ ഒരു ടൈറ്റിലും പിന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ഇമേജും വരുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ താഴായിട്ടാണ് ഈ ഒരു കണ്ടൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ മെയിൻ ഐറ്റത്തിൻ്റെ റാപ്പർ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HTML ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെയിൻ റാപ്പർ, അതായത് ഈ ഒരു ഐറ്റം, ഈ ഒരു സ്വൈപ്പർ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മേലൊരു റോം കൂടെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ കണ്ടെയ്നർ വേർഡ്പ്രസ് എലമെൻ്ററിൽ നമ്മൾ കണ്ടെയ്നർ യൂസ് ചെയ്യുന്ന പോലെ ഒരു റോ കൂടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു ഇമേജ്, അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ട് ഡയറക്ഷന് ഹൊറിസോണ്ടലാക്കി കൊടുക്കും. എന്നിട്ട് ഈ സൈഡിലൊരു ഇമേജിനൊരു ബോക്സും ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ സൈഡിൽ കണ്ടൻറ്റിനൊരു ബോക്സും ക്രിയേറ്റ് ചെയ്യും. പിന്നെ താഴെ നമ്മൾ പാരഗ്രാഫ് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലേഔട്ടൊന്ന് മാറ്റാനുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള കോഡ്. ഇത് ജസ്റ്റ് Ctrl+X കൊടുക്കുക, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ പറഞ്ഞ റോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ക്ലാസ് = ടെസ്റ്റിംഗ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ലാസ് നെയിം കൊടുക്കുന്നുണ്ട് ആ ഒരു റോക്ക്. പിന്നെ അതിന് ഇമേജിനൊരു ഡിവ് കൊടുക്കുന്നുണ്ട്. ഡിവ് ക്ലാസ് = ടെസ്റ്റിംഗ് img ബോക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. Ctrl+V കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈറ്റിലും പിന്നെ ആ ഒരു സ്റ്റാറിൻ്റെ ഇമേജ് ഉണ്ടല്ലോ, അതിനൊരു ഡിവും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോളം. ഈ ടെസ്റ്റിംഗ് ബോക്സ് എന്നുള്ളത് ഒരു കോളായിട്ടാണ് വരിക. പിന്നെ ഈ ടെസ്റ്റിംഗ് ടോപ്പ് എന്നുള്ളത് ഒരു റോ ആയിട്ട്. ഓക്കെ, പിന്നെ ഒരു ഡിവ് ക്ലാസ് = ടെസ്റ്റിംഗ് ടൈറ്റിൽ ബോക്സ് എന്ന് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ടൻറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു H4 ഉണ്ടല്ലോ കണ്ടൻറ്റ്, അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു img ടാഗും കൂടെ കൊടുക്കുക. നമുക്ക് ആ ഒരു സ്റ്റാറിൻ്റെ ഇമേജ് കൊടുക്കാനുണ്ടല്ലോ. ജസ്റ്റ് Ctrl പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യുക ഇവിടെ നിന്ന്.
PNG ആക്കി എക്സ്പോർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, then എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ശേഷം മീഡിയയിൽ പോവുക, ഫയൽ കൊടുക്കുക, എന്നിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ ഒരു HTML സ്ട്രക്ചർ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ടെസ്റ്റും ടോപ്പ് എന്നുള്ളതിൽ ആ ഒരു ടൈറ്റിലും പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഐക്കണും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു കണ്ടൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്വൈപ്പർ സ്ലൈഡ് ഒരു സ്ലൈഡായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് നോക്കാം. സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, കസ്റ്റമൈസർ എടുക്കുക, റീഫ്രഷ് ചെയ്യുക. കണ്ടോ, ഈ ഒരു ടെസ്റ്റിമോണിയൽ ഇൻസ്പെക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫിഗ്മ ഫയൽ നോക്കിയിട്ട് ഓരോന്ന് സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ആദ്യം ഈ ഒരു ബോക്സ് എടുക്കുക. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നുണ്ട്, ഒരു സ്ട്രോക്ക് വരുന്നുണ്ട്, ഓക്കെ, ഒരു ബോർഡർ വരുന്നുണ്ട്. കുറച്ച് സ്പേസ് ഇട്ടതിൻ്റെ ശേഷം ഞാനൊരു കമൻറ്റ് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റിമോണിയൽ. പിന്നെ എൻ്റെ ടെസ്റ്റിമോണിയൽ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെസ്റ്റിമോണിയലിനുള്ള ഈ ഒരു സ്റ്റൈൽ ഫുള്ള് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ വീഡിയോൻ്റെ താഴെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് TXT ഫയലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഒരു ടെസ്റ്റിമോണിയൽ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ കോൾ ചെയ്തിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അതിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പിന്നെ കുറച്ച് പാഡിങ് ഉണ്ടല്ലോ, ഒരു 30 പിക്സൽ പാഡിങ്. പിന്നെ ബോർഡർ ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ബോർഡർ കൊടുക്കാൻ CSS ബോർഡർ കൊടുക്കുക. പിന്നെ എത്ര പിക്സലാണോ കൊടുക്കുക. പിന്നെ ബോർഡർ ടൈപ്പ് സോളിഡ് ആയിട്ടാണ് വേണ്ടത്. ബോർഡർ ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡോട്ടഡ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. സോളിഡ് കൊടുത്തതിന് ശേഷം കളറിൻ്റെ ഹെക്സാ കോഡ് കൊടുക്കുക. പിന്നെ ഒരു 30 പിക്സൽ പാഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്, ഒരു 24 പിക്സൽ. അപ്പോൾ ബോർഡർ റേഡിയസ് ഒരു 24 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിലുള്ളതുണ്ടല്ലോ, ഈ ഒരു ഇമേജ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് ഇത്രയും കണ്ടൻറ്റ് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ ഒരു റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് ടോപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ക്ലാസ് കോപ്പി ചെയ്യാം. അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഡിവിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു 2 കണ്ടൻറ്റാണല്ലോ വരെ. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ അതൊരു ഇമേജ്, പിന്നെ ഇത് ടൈറ്റിലും പിന്നെ ആ ഒരു സ്റ്റാറും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ വന്നില്ലേ. എന്നിട്ട് അതിന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഒരു 20 പിക്സൽ കൊടുക്കുക, അത് തമ്മിലുള്ള ഗ്യാപ്പ്. പിന്നെ അലൈൻ ഐറ്റംസ് അത് വെർട്ടിക്കലി സെൻറ്റർ ആവാൻ വേണ്ടിയിട്ട് അലൈൻ ഐറ്റം സെൻറ്റർ കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഏകദേശം ആ ഒരു ഡിസൈനിലുള്ള പോലെ ആയല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇമേജിനൊരു ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്, ഒരു റൗണ്ടായിട്ടല്ലേ. അപ്പോൾ ടെസ്റ്റിമോണിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇമേജ് വരുന്നത്. അപ്പോൾ ടെസ്റ്റിമോണിയൽ ഇമേജിൽ IMG എടുക്കുക. പിന്നെ അതിന് ബോർഡർ റേഡിയസ് ഒരു 50 പിക്സൽ, ചെറിയ ഇമേജ് ആയതുകൊണ്ട് 50 പിക്സൽ കൊടുത്താൽ തന്നെ അത് റൗണ്ടായിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ടൈറ്റിൽ ഡിസൈൻ ചെയ്യാം. ടെസ്റ്റിമോണിയൽ ടൈറ്റിൽ ഇതിൻ്റെ ആ ഫോണ്ട് ഇതിൽ പോപ്പിൻസാണ് വരുന്നത്, പക്ഷെ നമുക്ക് ഈ ഒരു ഫോണ്ട് കൊടുക്കാവും നല്ലത്.
അല്ലാന്നുണ്ടെങ്കിൽ പോപ്പിൻസ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. പോപ്പിൻസ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോപ്പിൻസ് നമ്മൾ ഇവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ്ട് കൊടുക്കാനാവും നല്ലത്, യൂണീക്കായിട്ട്. ഓക്കെ, പോപ്പിൻസ് നമ്മൾ ഫൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു ഇത് പോപ്പിൻസാണ് വരുന്നത്. അപ്പോൾ പോപ്പിൻസ് കൊടുക്കണമെങ്കിൽ പോപ്പിൻസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നമ്മൾ ഹെഡിങ്ങിന് കൊടുത്ത ഫോണ്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് കോപ്പി ചെയ്യാം. ഫോണ്ട് സൈസ് 21 പിക്സലാണ് വരുന്നത്. ഫോണ്ട് വെയിറ്റ് ബോൾഡാണ് വരുന്നത്. അപ്പോൾ കളറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ട് സൈസ് 21 അല്ലേ വരുന്നത്, 21 px. പിന്നെ ഫോണ്ട് വെയിറ്റ് ബോൾഡ്. പിന്നെ ഫോണ്ട് ഫാമിലി നമുക്ക് ഈ ഫൂട്ടറിൽ കൊടുത്തത് എടുക്കാം കേട്ടോ. ഫോണ്ട് ഫാമിലി പോപ്പിൻസ്, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, പിന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് സൈസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് മാർജിൻ ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈറ്റിൽ. അപ്പോൾ മാർജിൻ ടോപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അല്ല, മാർജിൻ ബോട്ട് കേട്ടോ. മാർജിൻ ബോട്ടും 0 പിക്സൽ, സോറി 0 അല്ല, ഒരു 5 പിക്സൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഒരു കണ്ടൻറ്റും കൂടെ സ്റ്റൈൽ കൊടുക്കാം. ടെസ്റ്റിമോണിയൽ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ പി ടാഗിനാണ് ആ ഒരു സ്റ്റൈൽ കൊടുക്കേണ്ടത്. പി കൊടുത്തിട്ട് അതിൻ്റെ ഇതിന് വേറെ ഏതോ ഒരു ഫോണ്ടാണ് വന്നിട്ട് നമുക്ക് പോപ്പിൻസ് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ കളറ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണ്ട് ഫാമിലി പോപ്പിൻസ് കൊടുക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് വരുന്നത് 16 പിക്സലാണ്. ഫോണ്ട് സൈസ് 16 പിക്സൽ. ഇത് 16 കൊടുക്കുമ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ജസ്റ്റ് സൈസ് ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, അത് ഈ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്ത ഇഷ്യൂ ആണ് തോന്നുന്നത്. അത് നമുക്ക് അവിടെ ഡൈനാമിക്കായിട്ട് കണ്ടൻറ്റിൽ റെഡിയാക്കാം. പിന്നെ കുറച്ച് മാർജിൻ ടോപ്പും കൂടെ വേണ്ടി വരും. മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു താഴോട്ട് വന്നത് നമ്മൾ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്ത ടൈമിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ ഒരു നാവിനുള്ള സ്റ്റൈൽ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഒരു കണ്ടൻറ്റ് ഫോർമാറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ആ വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ കണ്ടോ നമ്മളെ സ്റ്റൈല് അത് പക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു താഴോട്ട് പോയിട്ടുള്ളതുണ്ടല്ലോ, അത് നമ്മൾ ടെസ്റ്റിമോണിയലിൽ കണ്ടോ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ എഡിറ്റ് ആവും. നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത ടൈമിൽ ഈ താഴോട്ട് വന്നതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ജസ്റ്റ് സെയിം കണ്ടൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ക്ലയൻറ്റിന് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇതൊക്കെ ക്ലയൻറ്റിന് തന്നെ എഡിറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റിമോണിയൽ ഡൈനാമിക്കായിട്ട് ചെയ്തു, പിന്നെ സർവീസും ഡൈനാമിക്കായിട്ട് ചെയ്തു. ഓക്കെ.